ഞാൻ ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ആദ്യം വിചാരിച്ചു ഇനി ഷൈൻ ചേട്ടൻ എങ്ങാനും ആണോന്ന്. പിന്നെ തഗ് എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ധ്യാൻ ചേട്ടനാണ്. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ലോകപ്രസിദ്ധനാ തനി രാവണൻ. കാരണം ഇന്റർവ്യൂവിൽ ഏറ്റവും നല്ല തഗ് അടിക്കുന്നത് ധ്യാൻ ശ്രീനിവാസനാണല്ലോ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഷൈനല്ല, ഷൈൻ ചേട്ടൻ തഗ് അടിക്കും, പക്ഷെ ഇങ്ങനെ അടിച്ചിരുത്തുന്ന തഗ്ഗുകൾ ധ്യാൻ ചേട്ടൻ മാത്രമേ തരാറുള്ളൂ. ആക്കിയതാണല്ലേ. സാമ്പത്തികമായി നല്ല ബുദ്ധിമുട്ടിലാണല്ലേ തൂക്കി ചാനൽ മാറി മാറി വരിക. നമുക്ക് സ്വന്തമായിട്ടൊരു ചാനലുണ്ട്. ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? പലപ്പോഴായിട്ട് ഓടിയിട്ടുള്ളല്ലേ, പിന്നെന്താ. ഹാപ്പി ഫ്രണ്ട്സ് തീരെ ഹാപ്പി അല്ല. അവിടെ കേറുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കും. ഹാപ്പി ആയിരുന്നു. ഇറങ്ങുമ്പോഴേ അത്ര ഹാപ്പി അല്ല. എങ്ങനെ പോകുന്നു? സുഖം. സുഖം സുഖല്ലേ? പൂക്കളം, ഊഞ്ഞാല്, പുലി, ഹാപ്പി ആണോ? ഇവരുമായിട്ട് എന്താ ബന്ധം? എന്താ ബന്ധമെന്നോ? നമ്മള് ഒന്നിച്ച് മുന്നേ വിഷു ആയിരുന്നു ആഘോഷിച്ചത്. ആണോ? അപ്പൊ ഞാൻ പറഞ്ഞു റംസാൻ ആഘോഷിക്കാൻ അടുത്ത തവണ വരാന്ന്. പക്ഷെ കണ്ടോ, ഓണം ആഘോഷിക്കാൻ പറ്റിയില്ലേ എന്റെ കൂടെ. ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല, വരാനുള്ളത് വഴി തങ്ങില്ല. അതെ അതെ അതെ, ഇതിലും വലുതെന്തോ എല്ലാ കൊല്ലവും വരും ഇതേപോലെ. വീടൊന്നും തുറന്നു കൊടുക്കല്ലേ, നിങ്ങളെ മറ്റേ എല്ലാം പൊക്കും. അല്ല, എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? അതൊരു വിശ്വാസത്തിന്റെ പുറത്ത് മാത്രം ചെയ്തതാ. ട്രിവാൻഡ്രത്തെ വീട്ടില് ഇവളായിരുന്നു. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. എന്നിട്ട് എന്തൊക്കെ കാണാതായില്ലേ? ഒക്കെ രാവിലെ വന്നതാ. ഇവർക്ക് ഒരു ചെലവില്ല. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ അടക്കം ഞാനാ കൊടുത്തത്. അതിന്റെ ഫുൾ ചെലവ്. എന്നിട്ട് ഈ ഇതിന് എത്ര വ്യൂസ് കിട്ടി, അതിനെന്താ ഇത്ര പൈസ കിട്ടി കാണും? തരത്തില്ല തരത്തില്ല തരത്തില്ല. അതിനകത്തുനിന്ന് ഒരു ശതമാനം നമുക്ക് തരിക, ഒരു മര്യാദ ഒന്നുമില്ല. കുറഞ്ഞതൊക്കെ ഒരു 10-25 ലക്ഷം ഉറുപ്പിക കിട്ടി കാണും. എനിക്കല്ല, ഇത് ഞാൻ വേറെ ചാനലിൽ വർക്ക് ചെയ്തായിരുന്നു. ചാനല് തോറും ഇങ്ങനെ കേറി ഇറങ്ങല്ലടാ, ഓർമ്മ കാണില്ല. എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പോ ചാനലിലെ സാറന്മാര് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടത് നിന്നെ പോലൊരു മണ്ടനെയാണെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞ വ്യക്തിയിലുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ് ആ വീട് ഏൽപ്പിച്ചിട്ട് ധ്യാൻ ചേട്ടൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അതോടുകൂടി അതങ്ങ് തീർന്നു. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.